നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിച്ചു തുടങ്ങി ഏറ്റവും ഒടുവിൽ കൊള്ളയെത്തി നിൽക്കുന്നത് സർക്കാരിന് നേർക്കും സർക്കാർ ചെയ്ത നെറുകേടിലേക്കും തന്നെയാണ്. പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പലവിധ വെളിപ്പെടുത്തലുകൾ അഴിക്കുള്ളിലായവരും പുറത്തു നിൽക്കുന്നവരുമായിട്ടുള്ളവർ നടത്തുമ്പോൾ അതൊക്കെ തന്നെ തിരിച്ചടിക്കുന്നത്, പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പിണറായി സർക്കാരിനെ തന്നെയാണ്. അത്തരമൊരു വെളിപ്പെടുത്തലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എന്തിന് തന്നെ അറസ്റ്റ് ചെയ്തു, തന്നെ ഇത്രയും നാൾ നരകിപ്പിച്ചതെന്തിനു വേണ്ടി എന്നുള്ള വെളിപ്പെടുത്തൽ തന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെതിരെയാണ് തന്ത്രി കണ്ഠരര് രാജീവർ തിരിഞ്ഞിരിക്കുന്നത്. അറസ്റ്റിന് പിന്നിൽ സർക്കാരിന്റെ പ്രതികാര നടപടിയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആനപ്പകയാണോ ഇതിന് പിന്നിലെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഈ മറുപടിക്ക് പിന്നാലെ ചോദിക്കുന്നത്. തന്ത്രിയുടെ വാദം ഇപ്പോൾ സർക്കാരിന് ഏറെ തലവേദനയായി തന്നെ മാറുന്നുണ്ട്. കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് തന്ത്രി ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. യുവതീ പ്രവേശനത്തെ എതിർത്തതാണ് തന്നെ അഴിക്കുള്ളിലാക്കാൻ ഈ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് തന്ത്രി പറയുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്നെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരമാണ്. ഏറെ ഗുരുതരമായ ആരോപണം തന്നെയാണ് ശബരിമല മുൻ തന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. വലിയ തോതിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ചർച്ചയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസും BJPയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. തന്ത്രി എന്ന ഈ വിഷയത്തിനെതിരായിരുന്നു. പക്ഷേ സർക്കാരിന് നിർബന്ധപൂർവ്വമുള്ള ബുദ്ധി കാരണം തന്ത്രിക്ക് നിസ്സഹായനായി അവിടെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് നിലവിൽ പലരും പ്രതികരിക്കുന്നത്. യുവതീ പ്രവേശന വിഷയത്തിൽ താൻ സ്വീകരിച്ച ഉറച്ച നിലപാട്, അതിലുള്ള പക ഇതിന് പിന്നിലുണ്ടെന്നാണ് തന്ത്രി പറയുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് തന്ത്രി സർക്കാരിനെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഒരുപോലെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സന്നിധാനത്തുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നോട് പ്രതികാരമുണ്ടായിരുന്നു. അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് താൻ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ ഏതു വിധേനയും കേസിൽ കൊടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. കാത്തിരുന്ന് ഒരു കൃത്യമായ സമയം കിട്ടിയപ്പോൾ അത് പ്രയോഗിച്ചു. 7-8 വർഷത്തെ പക കൂടിയാണ് ഒരൊറ്റയടിക്ക് തനിക്ക് മേൽ തീർത്തിരിക്കുന്നത്. ഭരണകക്ഷിയിലെ ഉന്നതർക്ക് തന്നോട് തീർത്താൽ തീരാത്ത പകയും ദേഷ്യവും രോഷവുമുണ്ട്. ഭരണകക്ഷി നേതാക്കൾക്കൊപ്പം തന്ത്രിക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വരുത്താൻ വേണ്ടി പല തരത്തിലുള്ള കഥകൾ മെനയുന്നു. ജാമ്യഹർജിയിൽ ഇത്തരത്തിൽ പലവിധ വാദങ്ങൾ, അതും സർക്കാരിനെതിരായിട്ടുള്ള വാദങ്ങൾ തന്നെയാണ് തന്ത്രി കൂടുതൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം എന്തായിരുന്നാലും ഇതിനെ അനുകൂലിച്ച് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തന്ത്രിക്ക് ജാമ്യം അനുവദിച്ച കോടതി ഉത്തരവും ഏറെ നിർണായകമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. തന്ത്രി പുറത്തിറങ്ങിയാൽ തന്ത്രിയുടെ വായ മൂടിക്കെട്ടാനായി ആർക്കും തന്നെ കഴിയില്ല എന്നുള്ളതാണ് സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. ഉടനടി തന്നെ തന്ത്രിക്കെതിരെ മറ്റൊരു കേസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണെന്ന് വേണം കരുതേണ്ടത്. തന്ത്രിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള പ്രൂവ് ചെയ്യുന്ന തരത്തിൽ, അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇതിനോടകം കിട്ടിയോ എന്ന ചോദ്യം SITക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. SIT എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്ന് SIT വാദിക്കുമ്പോൾ, പ്രതികളൊക്കെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ഈ കേസിന്റെ അന്ത്യം എന്തായിരിക്കും, ഭാവി എന്തായിരിക്കും, ഈ ഒരു ആശങ്ക പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന തരത്തിലെ നിരീക്ഷണം പ്രതിപക്ഷം എന്തായിരുന്നാലും ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയിൽ അത് തെളിയിക്കാനായി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്നെ പ്രതിയാക്കിയത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ ആയുധമാക്കി നിലവിൽ ഉപയോഗപ്പെടുത്തുകയാണ്. യുവതീ പ്രവേശനത്തെ നവോത്ഥാനമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച സർക്കാരിന്റെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ മുളയിലേ നുള്ളാനും അതിനെ ശക്തമായി നിശിതമായി വിമർശിക്കാനും എതിർക്കാനും ശ്രമിച്ച തന്ത്രി തടഞ്ഞത് ഭരണമുന്നണിയിലെ ഉന്നതരെ ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ വേട്ടയാടലെന്നാണ് തന്ത്രി പറയാതെ പറയുന്നത്. അന്നുണ്ടായ അമർഷം അതിന്നും പലരുടെയും ഉള്ളിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. അതനുസരിച്ചാണ് തനിക്കെതിരെ കിട്ടിയ ഒരു അവസരം ഒട്ടും തന്നെ പാഴാക്കാതെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കവർച്ചാ കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൃത്രിമ തെളിവുകളും പല കഥകളുമാണ് ഇതിനു പിന്നാലെ മെനഞ്ഞെടുത്തത്. ഭരണകക്ഷിയുടെ നിർദ്ദേശപ്രകാരം സന്നിധാനത്തുണ്ടായിരുന്ന പല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും യുവതീ പ്രവേശനം വളരെ എളുപ്പത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. ചിലരെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു അന്ന് അവർ പ്രവർത്തിച്ചതെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്, വ്യക്തമായ വിവരമായിരുന്നു. അന്നത്തെ ശബരിമലയിലെ ക്ഷേത്രം തന്ത്രി എന്ന നിലയിൽ താൻ അതിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചു, താൻ അതിനെ തടഞ്ഞു. അതിലുള്ള പ്രതികാരമാണ് ഇപ്പോൾ പോലീസ് പകയായി തീർക്കുന്നത്. ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് താൻ ഇതുവരെ സ്വീകരിച്ചു.
അതിന്റെ ഭാഗമായി ശബരിമല നട എല്ലാ ദിവസവും തുറക്കണമെന്ന നിർദ്ദേശത്തെയും താൻ ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഈ നിലപാടുകൾ ഭരണമുന്നണിയിലെ സ്വാധീനമുള്ള പല വ്യക്തികളെയും ചൊടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അവർക്കൊക്കെ തന്നോട് അനിഷ്ടമുണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ ബോധപൂർവമായൊരു ശ്രമം നടന്നു. അതിൽ തന്നെയും പ്രതിയാക്കി മാറ്റാനായി നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നതരായിട്ടുള്ള ഈ കൊള്ള നടത്തിയവരൊക്കെ തന്നെ പുറത്തു നിൽക്കുമ്പോൾ തന്നെ പിടിച്ചകത്തിട്ടാൽ അതിൽ കിട്ടുന്ന ഒരു ആനന്ദം, അതിലൂടെ കാണുന്ന ഒരു ഗൂഢലക്ഷ്യം, അതുകൂടിയാണ് തന്ത്രി തുറന്നു പറയുന്നത്. സ്വർണ്ണപ്പൊതി ക്ഷേത്രത്തിലെത്തിച്ചത് താനാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യാജ കഥകളായിരുന്നു മെനഞ്ഞത്. ഭരണകക്ഷി നേതാക്കൾക്കൊപ്പം തന്ത്രിയെയും കേസിൽപ്പെടുത്തി പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനുള്ളൊരു ശ്രമം നടത്തി. കേസ് മറ്റൊരു തലത്തിലേക്ക് തിരിച്ചെടുക്കാനായി സാധിച്ചു. രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട, പ്രത്യേകിച്ചും CPM-ലെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ പ്രതിയായിക്കൊണ്ടിരിക്കുമ്പോൾ സംഗതി ഭരണപക്ഷത്തിനെതിരായി തിരിഞ്ഞു വരുമെന്ന് കരുതിയപ്പോഴാണ് വകുപ്പ് മന്ത്രിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്ത്രിയിലേക്കുന്ന ഒരു U-ടേൺ എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുത്തത്. അപ്പോൾ നിലവിൽ സമൂഹത്തിന്റെ, ജനങ്ങളുടെ ശ്രദ്ധ മറ്റൊരു തലത്തിലേക്ക് തിരിക്കാൻ സാധിക്കുമെന്ന് കരുതി, അങ്ങനെയുള്ള കരുതിക്കൂട്ടിയുള്ളൊരു ശ്രമം കൂടിയാണോ തന്ത്രിയുടെ അറസ്റ്റ് എന്ന് ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട്. കണ്ഠരര് രാജീവർ ഉന്നയിച്ച ഈ വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ഒരുപക്ഷെ കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. കേസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തന്ത്രിക്കെതിരായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. അങ്ങനെയെങ്കിൽ തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കൊള്ളയിൽ തന്ത്രി പങ്കെടുത്തു, നേരിട്ട് തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്നത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം എന്തിനു വേണ്ടി തന്ത്രിയെ പിടിച്ചകത്തിട്ടു? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അത് ആര് പറഞ്ഞിട്ടാണ്? ആരെ പ്രീതിപ്പെടുത്താനാണ്? ആർക്ക് വേണ്ടിയായിരുന്നു? അങ്ങനെ പല ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അതെല്ലാം തന്നെ ഒരൊറ്റ ബിന്ദുവിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. തെളിവുകളുടെ അഭാവം മൂലം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായി പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഒരേ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ ബന്ധമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ ഒരാൾ കൊള്ള കാട്ടി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളയാളും സൗഹൃദമുള്ള വ്യക്തിയും കൊള്ളക്കാരനാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ കൊള്ളക്കാരനാണെന്ന് പറയാനായി കഴിയില്ല. അത്തരത്തിലുള്ള ഒരു വാദം തന്നെയായിരുന്നു കോടതിയിലും ഉണ്ടായിട്ടുള്ളത്. അതായത് തന്ത്രിക്ക് നേരിട്ട് ഈ കൊള്ളയിൽ ഒരു തരത്തിലും പങ്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിട്ടില്ല. കേവലം പരിചയമെന്നുള്ളതിൽ അപ്പുറത്തേക്ക് മറ്റു ബന്ധങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ തന്ത്രിയെപ്പോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത്. അത്രയധികം അടുത്ത ബന്ധം കടകംപള്ളിക്കുമില്ലായിരുന്നു. അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്, ഇരട്ട നീതി തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സ്വർണത്തിന്റെ കൈകാര്യം ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. തന്ത്രിക്കാകട്ടെ താന്ത്രികമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വാദം കൃത്യമായി കോടതി അംഗീകരിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ മോശം ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് കർശന ഉപാധികളോടെ കോടതി ജാമ്യം കൊടുത്തത്. യുവതീ പ്രവേശന കാലത്ത് നവോത്ഥാനം എന്നത് നടപ്പാക്കാനായിരുന്നു അന്ന് പലരും ശ്രമിച്ചത്. അതിന് തന്ത്രി എതിർത്തപ്പോൾ ഇപ്പോൾ തന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള കരുനീക്കം നടത്തുന്നു. വലിയ തോതിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ഇത് കാരണമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കട്ടളപ്പാളി കേസിനും ദ്വാരപാലക ശില്പക്കേസിനും പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന തന്ത്രിയുടെ വാദം തന്നെയാണ് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ഇനി ഇതുവരെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭിച്ചതെങ്കിൽ കട്ടളപ്പാളി കേസിൽ തന്ത്രിക്ക് സ്വാഭാവിക ജാമ്യമല്ല കിട്ടിയത്. അന്വേഷണ സംഘത്തെ ഒരു പരാജയമായി വിലയിരുത്തുന്നതായി ഈ കേസ് മാറിക്കൊണ്ടിരിക്കുന്നു. തെറ്റായ ദിശകളിലേക്ക് അന്വേഷണ സംഘം സഞ്ചരിക്കുന്നു. കേസിന്റെ സ്വഭാവം വഴിതിരിച്ചു വിടാനായി അന്വേഷണ സംഘം തന്നെ ബോധപൂർവം ശ്രമം നടത്തുന്നു. ഇങ്ങനെയുള്ള ചോദ്യമടക്കം ഇവിടെ പ്രസക്തമാണ്. സ്വർണത്തിന്റെ ചുമതല ദേവസ്വം ബോർഡിനാണെന്ന കാര്യം കൃത്യമായി അറിയാം. അപ്പോൾ താന്ത്രിക കാര്യങ്ങൾക്ക് അധികാരങ്ങളുള്ള തന്ത്രിയെ എന്തിന് അറസ്റ്റ് ചെയ്തു? ഇക്കാര്യം കോടതിയും വരും ദിവസങ്ങളിൽ ചോദ്യമായി ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിന്റെ വാദങ്ങളുടെ മുനിയൊടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നു. വിശ്വാസി സമൂഹത്തിനിടയിൽ തന്ത്രി നടത്തിയ വെളിപ്പെടുത്തൽ പിന്നെയും സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുവതീ പ്രവേശന കാലത്തെ പോലീസ് നടപടികൾ, അന്നത്തെ ഗൂഢാലോചനകൾ, അതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊക്കെ മറുപടി നൽകേണ്ട ബാധ്യതയും സർക്കാരിന് തന്നെയാണുള്ളത്. പാളികളൊന്നും തന്നെ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല. കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്ത്രി ചെയ്തു കൊടുത്തു. തന്ത്രി ദേവസ്വം കർമ്മങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ് കോടതി കൃത്യമായി പറയുന്നത്. കട്ടളപ്പാളി കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ അനുജ്ഞ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. പോറ്റിയും തന്ത്രിയും തമ്മിൽ അവിശുദ്ധ ബന്ധത്തിനുള്ള തെളിവില്ല. പോറ്റിയുമായി അടുത്ത ബന്ധമില്ലെന്ന തന്ത്രിയുടെ വാദം പ്രതിരോധിക്കാനും പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്.
മാത്രമല്ല തന്ത്രിയും പോറ്റിയും ഒരേ കാലയളവിൽ ശ്രീരാംപുര ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വിഷയം. ഇരുവരും ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു, പക്ഷേ ഒരേ കാലയളവിലല്ല, ഒരേ കാലഘട്ടത്തിലല്ല എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയ 2 റിപ്പോർട്ടിലും തന്ത്രിക്കെതിരെ പരാമർശമില്ല എന്നാണ് കോടതിയും പറയുന്നത്. അങ്ങനെ തന്ത്രിക്ക് ജാമ്യം നൽകുകയായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി. കട്ടിളപ്പാളി കേസിലും അതുപോലെ ശബരിമല ദ്വാരപാലക ശില്പ കേസിലുമാണ് ജാമ്യം ലഭിച്ചത്. 41 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടിയത്. ഇതുവരെ അറസ്റ്റിലായിരുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമാണെങ്കിൽ കേസിലെ മുഖ്യപ്രതി അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി തന്ത്രിക്ക് ജാമ്യം കൊടുത്തത് എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. കേസിൽ ഇരുഭാഗത്തിൻ്റെയും വിശദമായ വാദം കേട്ടതിന് പിന്നാലെയാണ് വിധി പറഞ്ഞിരിക്കുന്നത്.